ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗൈൻ. അപ്പം ഇതിപ്പോൾ 4ാമത്തെ വീഡിയോ ആണ്. നൗ വി ആർ ഗോയിങ് ടുഡേ വാഗമൺ. എല്ലാവരും പോയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് സോളോ ട്രിപ്പാണ് വിത്ത് മൈ ഹണ്ടർ 350. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പോകുന്ന റൂട്ടാണ്. ഫെൻറ്റാസ്റ്റിക്. എനിക്ക് പറയണല്ലോ, മറ്റേ ഗോപ്രോ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കണ്ണി കാണുന്ന സാധനം കാണിച്ചു തരായിരുന്നു. ഞാൻ ഫോൺ വെച്ചിട്ട് റെഡി ആവുന്നില്ല. ഗോപ്രോ ഇല്ല. അയ്യോ, എന്തൊരു രസമെന്നറിയോ ഈ റൂട്ട് വരുന്നത്. ഒന്നാമത് ഇന്ന് വർക്കിംഗ് ഡേ ആണ്ട് തിരക്ക് ലേശം കുറവാണ്. സമാധാനമായിട്ട് ഡ്രൈവ് ചെയ്ത് ചുരം കയറി വരാം. ഇറ്റ് വാസ് ഫെൻറ്റാസ്റ്റിക്. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു, ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. കണ്ടോ, വ്യൂ ഉണ്ടോ? സോ ഗുഡ്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. കുറേ ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാണ്ട്. ഇപ്പം തന്നെ 10 മണിയായി. നല്ല നടക്കും, തമ്പുരാനറിയാം. എന്തായാലും പോകാം. ഓക്കെ, സമയം കളയുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അത് നമ്മുടെ വാഗമൺ ലേക്ക് വ്യൂ പോയിന്റ് ആണ്. അപ്പം ഞാൻ അതിൻ്റെ ഇപ്പുറത്താണ് ഉള്ളത്. ഇപ്പം എത്തിയുള്ളൂ നമ്മൾ. ഇവിടെ എന്തൊക്കെയുണ്ടോ നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജിൽ നമ്മൾ നടക്കുകയാണ്. പറയാൻ പറ്റില്ല, ഞാനിപ്പോൾ കോട്ടയത്ത് നിന്ന് വാഗമൺ വന്നപ്പോൾ എന്തൊരു ഫീലാണ് അറിയോ. സെറ്റാണ്. ഇനി കാണാൻ കിടക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ സർപ്രൈസസ് നമുക്ക് കിട്ടുമെന്ന്, എന്ത് ഫീൽ കിട്ടുമെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഡെസ്റ്റിനേഷൻ നമ്പർ 2 എത്തിയിരിക്കുകയായിരുന്നു. അപ്പം ഈ സ്ഥലം എന്താ, മെഡോസ് മൊട്ടക്കുന്നാണ്. മെഡോസ്. അപ്പോൾ ഗൈസ്, നമ്മൾ മൊട്ടക്കുന്ന് ഓടിക്കുകയാണ്. എന്താണ് അറ്റത്തുള്ളത് നമുക്ക് അറിയത്തില്ല. ഓ, ഐ തിങ്ക് അവിടെ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ അത്? അവിടെ ഐ തിങ്ക് ദാറ്റ് ഈസ് വരാട്ടുമേട് വ്യൂ പോയിന്റ്. മറ്റേ അവിടെ നിന്ന് ഓപ്പോസിറ്റ് പാലൊഴുകും പാറ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണിത്. അവിടെ പക്ക കിടിലൻ ടെമ്പറേച്ചർ, ക്ലൈമറ്റ്. കാരണം മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലേശം മൂടിക്കിടക്കുക. അപ്പോൾ ഓവർ വെയിലില്ല, എന്നാൽ എല്ലാം മഞ്ഞ് മൂടി അടഞ്ഞിട്ടുമില്ല, എല്ലാം കാണുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ മെഡോസിൻ്റെ എനിക്ക് തോന്നുന്നത് ഇതാന്ന് തോന്നുന്നു. ഇവിടെ ഒരു വേറെ ഇവൻറ്റ് വരുന്നത് ഉണ്ടാ പോകുന്നുണ്ടോ, സിപ്പ് ലൈൻ. അപ്പം മെഡോസ് ഇത്രേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. പിന്നെ ഒരുപാട് മുട്ടക്കുന്നുകൾ കാണാൻ പറ്റുന്നുണ്ട്, അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇത്രേ ഉള്ളൂ ഇവിടെ. എന്തായാലും അപ്പോൾ അടുത്ത സ്ഥലം നമ്മൾ പിടിക്കണം. എന്തായാലും അവിടെ നോട്ടോട്ട് വെച്ചിരിക്കുന്ന വരാട്ടുമേട് വ്യൂ പോയിന്റ്. മോനെ, എനിക്ക് ലാസ്റ്റ് ടൈം പോയപ്പോൾ കിട്ടുമായിരുന്നു. കാരണം അതാണ് ഏറ്റവും ടോപ്പ് വ്യൂ. ഇവിടെ നോക്കുമ്പോൾ അതാണ് മേളിൽ. അപ്പോൾ അവിടെ എന്തായാലും പോകണം. ഓക്കെ, നമ്മൾ പോകുന്ന റൂട്ട് പാലൊഴുകും പാറയാണ് അല്ലേ? അത് ആ വെള്ളച്ചാട്ടം വാട്ടർഫോൾസ് ആണ്. പക്ഷെ ഇപ്പോൾ നോക്കിയിട്ട് പാലും പഞ്ചസാരൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്, കാരണം വെള്ളമില്ല. സോ ഞാൻ എൻ്റെ ഭാഗത്തും തെറ്റണ്ടേ. സമ്മർ സീസണിൽ വന്നിട്ട് വാട്ടർഫോളിൽ നോക്കാൻ പോകുന്നവനെയൊക്കെ അടിക്കല്ലേ എന്നെ. അതാണ്. അപ്പം വെള്ളക്കുറവാണ്. ഇപ്പോൾ പോകാൻ പോകുന്നത് ആദ്യമാണ് പൈൻ ഫോറസ്റ്റ് സ്റ്റുഡിയോ. ഇവിടെ നിന്ന് നേരെ കറങ്ങി പോകുമ്പോൾ പൈൻ ഫോറസ്റ്റ് എത്തും. ഈ പോകുന്ന വഴി തന്നെ അങ്ങോട്ട് പോയി തിരിച്ചു വന്ന ആ റൂട്ട് നേരെ പിടിക്കുകയാണെങ്കിൽ വരാട്ടുമേട് ഹിൽ മറ്റേ വ്യൂ പോയിന്റിൻ്റെ അവിടെ എത്തുക. നല്ല രസമാണ്. പക്ഷെ ഭയങ്കര വെയിലാണ്, തമ്പുരാൻ അറിയാൻ എന്താവുമെന്ന്. നമുക്ക് എന്തായാലും പൈൻ ഫോറസ്റ്റിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ പൈൻ ഫോറസ്റ്റിലോട്ട് പോകാനിരുന്നായിരുന്നു. അപ്പം ഞാൻ റോങ് വേ എടുത്ത് വരാട്ടുമേടിലോട്ട് എത്തി. എന്തായാലും കയറിയെന്ന് വെച്ച് ഞാൻ ഓഫ് റോഡ് ശരിയാക്കിയെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ വെച്ച് സിമെൻറ്റൊക്കെ ഇട്ട് സെറ്റാക്കി. അപ്പോൾ ആ കാണുന്ന സിമെൻറ്റിൻ്റെ അടിയിലോട്ട് മണ്ണ് തന്നെയാണ്. ഇങ്ങനെ മണലിൽ കൂടെ കയറി വേണം, സിമെൻറ്റിൽ കൂടെ കയറി അങ്ങനെ. ഇപ്പോൾ ഈ അവിടെ മഴ നനഞ്ഞിട്ട് മണലൊക്കെ വണ്ടി ഒന്നും വരുന്ന തെന്നി. ഞാനിത് എങ്ങനെ ഇറക്കുമെന്നറിയാം, വണ്ടി ഇവിടെ വെച്ചിരിക്കുക. ഇനി നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കഴിഞ്ഞാൽ 11:45 ആയിപ്പോൾ. അപ്പം വെയിൽ ഒതുങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും 3 മണിയൊക്കെ ആവും. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇതാദ്യം കണ്ടിട്ട് പൈനിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ ഈ
ഇവിടെ നിന്ന് ഈ ഓടിച്ചാടി ഇറങ്ങിയതിൻ്റെയൊക്കെ റിലാക്സേഷൻ അവിടെ ചെന്ന് തീർക്കാം പൈൻ ഫോറസ്റ്റിൽ. അപ്പം നമുക്ക് എന്തായാലും പോകാം. വണ്ടി ഇവിടെ വെച്ചിരിക്കുകയാണ്, ഇനിയിപ്പം നടത്തുകയാണ്. ഹലോ ഗൈസ്, 18 പടി കയറുമ്പോൾ ഇത്രയില്ലെന്ന് തോന്നുന്നു. റോഡ് ശരിയാക്കിയെന്ന് പറഞ്ഞു. താങ്ക് ഗോഡ്. അവിടെ ഒരു ലോറി ഒന്ന് സ്റ്റക്കായി. ഞാൻ വണ്ടി എടുക്കാനും ഭാഗ്യം അത് മൊത്തം നടക്കേണ്ടി വന്ന്. അയ്യോ വെള്ളം വേണേ, എന്നാ ചെയ്യാനാണ്ടാ പറയില്ല. ചേട്ടനും പറഞ്ഞു, ചേട്ടനെ വണ്ടിയെ പെട്ടുപോയി. നമ്മളെത്തി എങ്ങനെയോ മേളിലോട്ടാ പോകണ്ടേ, അപ്പോൾ അതും നടക്കണം. അത് നടക്കണം, വേറെ വഴിയില്ല. അപ്പം നമുക്ക് അയ്യോ പേരും പറഞ്ഞത് നടന്നു വന്നപ്പോൾ ഈ സ്ഥലത്തിന് പേരായിരുന്നു വരാട്ടുമേടിൻ്റെ ടോപ്പിലോട്ട് പോവാണ്. വണ്ടി പോവും, വണ്ടി ശരിയാക്കി കേട്ടോ, റോഡ് ശരിയാക്കി കേട്ടോ. പക്ഷേ ബാലൻസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. കയ്യിൽ എക്സ്പൾസോ ജീപ്പോ ഉള്ളവർക്കൊക്കെ കൂടുതൽ എളുപ്പമായിരിക്കും. അല്ലാത്ത വണ്ടിക്ക് കയറാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഹണ്ടറാണ്, എനിക്ക് ബാലൻസ്, എൻ്റെ കാര്യത്തിൽ എൻ്റെ ബാലൻസിൽ എനിക്ക് വിശ്വാസം ഇച്ചിരി കുറവായിരുന്നു. ഞാൻ എടുത്തില്ല. അതുകൊണ്ട് നോക്കിയതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പരിക്ക് കിട്ടും. പ്രശ്നം ഈ കയറ്റം വലിയ സീനില്ല. അവിടെ ഒരു കയറ്റമുണ്ട്, അത് നടന്നു വന്നപ്പോൾ തന്നെ എൻ്റെ പൊന്നെ അവിഞ്ഞു. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കയ്യിൽ സമയം 12 ആയി, സൂര്യൻ ചിരിച്ചു തുടങ്ങിയിട്ടുണ്ട് ആകാശത്ത്. അപ്പോൾ സൺകിസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖത്തടിക്കാനുള്ള അടിക്കും, എൻ്റെ അറിയില്ല. വൈസ് നമ്മൾ എന്തിനാ വന്നേ? സ്ഥലം കാണാൻ. അപ്പോൾ സ്ഥലം കണ്ടിരിക്കും. പിന്നെ സൂര്യനോ മഴയോ എന്നൊന്നുമില്ല. വി വിൽ ഗോ ഫോർവേഡ്. ഗൈസ്, അപ്പോൾ നമ്മൾ മേളിലെത്തിയിരുന്നു. ഒരു കുപ്പി വെള്ളത്തോളം കുടിച്ച് തീർത്തു. അയ്യോ, ചിലർ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്നത് പറയുന്നുണ്ടാവും, ഈ ചെക്കനെ തറക്കി വരാൻ എന്താണ് നട്ടുച്ചയ്ക്ക് മരാട്ടുമേട് കയറാം. അതിപ്പോൾ എന്നോട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ഥലത്ത് വന്നു അത് കണ്ടിട്ട് അങ്ങ് പോകും. കാലാവസ്ഥ അപകടമാണെന്നുള്ള അവസ്ഥയാണെങ്കിൽ തിരിച്ചു പോരാമെന്നുള്ളൂ. അപ്പം ഇപ്പം മേളിൽ കയറി. അതാണ് ആദ്യത്തെ ടോപ്പ് സൈഡ്. ഇവിടെ ആൾക്കാരുണ്ട്, അതേ കുറച്ച് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കടയുണ്ട്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ വെള്ളം കുടിക്കാനും. ഒരു കഫേ പോലെയാണ്, അത് കഫേയില്ല, റെസ്റ്റോറൻറ്റ് പോലെയാണ്. ഗൈസ്, ചെറിയൊരു അബദ്ധം പറ്റി. എൻ്റെ ചേട്ടാമാരെല്ലാം കൂടെ തൂക്കിയിട്ട് തന്നെ അല്ല പോലെ അതിൻ്റെ വഴിയിലടാ. ഇതുകൊണ്ടോ, ഇത് ഈ അടച്ചു വെച്ചിരിക്കുന്നില്ലേ, അവിടെ അറ്റത്തിൽ അടച്ചു വെച്ചിരിക്കുക. ഞാൻ അതിനകത്തോടെ കയറാൻ പോയത്. അപ്പോൾ അവർ പറഞ്ഞ തമ്പി അതിലേ അല്ല ഇങ്ക വഴി പോകുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് റോഡ്, കാണാം, ക്ലീൻ റോഡാ. അവിടെ വണ്ടി ബാലൻസ് ഉണ്ട്, ഈസിയായിട്ട് വണ്ടിയായിട്ട് മേളിൽ കയറാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ പിന്നെ റിസ്ക് എടുക്കാൻ തന്നില്ല, ഒറ്റയ്ക്കല്ലേ വന്നേ. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. പിന്നെ ഞാനിപ്പോൾ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ആ ശരിയൊരു വീഡിയോ കണ്ടില്ലേ, അത് ഇപ്പം എനിക്ക് വേറൊരു വാണിംഗ് തന്നാണ്. തമ്പി മഴയ്ക്ക് മുന്നാടി കീഴെ ഇറങ്ങിക്കോ എന്നാണ് പറഞ്ഞത്. കാരണം കഴിഞ്ഞ ദിവസം മിന്നലടിച്ച ആ ചെടിയുടെ അവസ്ഥയാണത്. അപ്പോൾ ഇലവീഴ പൂഞ്ചിറ പോലെ തന്നെ മിന്നലിനും ഭീഷണിയുള്ള സ്ഥലമാണ്. അപ്പോൾ നല്ല മഴയും മിന്നലൊക്കെ ഉള്ളപ്പം അവിടെ നിൽക്കാൻ പാടില്ല, ഇറങ്ങണം. ഇലവീഴ പൂഞ്ചിറ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. നമുക്കിനിയിപ്പോൾ നേരെ നടന്നാൽ മതി. ഇനി ടോപ്പ് എത്തിയിട്ട് നോക്കാം. ഞാൻ എന്തായാലും അധികം നിൽക്കുന്നില്ല മേളിൽ, കാരണം ഭയങ്കര വെയിലല്ലേ. പക്ഷേ വേറെ കാര്യമുണ്ട്, ഈ മല എന്ന് പറഞ്ഞാൽ നീണ്ടിങ്ങനെ കിടക്കുക. നോക്കാം, നമുക്ക് അറ്റത്തൊരു വ്യൂ വല്ലതും കിട്ടുമെങ്കിൽ അറ്റം വരെ പോവാം, ഇല്ലെങ്കിൽ തിരിച്ചു വരാം. ഇവരെ ചേട്ടന്മാരോട് ലിഫ്റ്റ് വല്ലതും ചോദിക്കാം, തരില്ലായിരിക്കും, അത് കുഴപ്പമില്ല. ഓക്കെ, ഹലോ ഗൈസ്, അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. വരാട്ടുമേട് ഹിൽ ടോപ്പ് വ്യൂ. എന്നിട്ട് രസം, ലെഫ്റ്റിലോട്ട് നോക്കിയാലും വ്യൂ പോയിൻറ്റ്, റൈറ്റിലോട്ട് നോക്കിയാലും വ്യൂ പോയിൻറ്റ്. വാവ്, ഞാൻ നിങ്ങളിപ്പോൾ ഓരോന്ന് കാണിച്ചു തരാം. അപ്പം പരമാവധി വണ്ടി ഇങ്ങോട്ട് കയറുന്നതാണ്. ബാലൻസ് ഇല്ലാത്തൊരു വണ്ടി വെച്ചിട്ട് തന്നെ വരിക, അതിലെ ഒരു ഇതും പ്രതീക്ഷിക്കേണ്ട. മീൻസ് ഒരു നാണക്കേട് ഒന്നും ചിന്തിക്കുകയൊന്നും വേണ്ട. ബാലൻസ് ഇല്ലാണ്ട് താഴ്പ്പ് വീഴുന്നതിലും ഏതാണ്. അപ്പം വ്യൂ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഇപ്പം റൈറ്റ് സൈഡിൽ വ്യൂ കാണാൻ പറ്റും, ഞാൻ ടോപ്പായിട്ട് കാണിച്ചു തരാം. അത് ഞാൻ നിൽക്കും. അവിടെ ഇനിയും മേലോട്ട് കയറാറുണ്ട്, കണ്ടോ, ഇനിയും ഉണ്ട്, അറ്റത്തോട്ട് കുറേ നടക്കാറുണ്ട്. അതും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം, അതിൽ നിൽക്കുന്നില്ല. ഇതാണ്, കാണാമോ, ബ്യൂട്ടിഫുൾ, ഇസ് അടിപൊളിയല്ലേ. ഇത് ലെഫ്റ്റ് സൈഡ്,
നമുക്ക് റൈറ്റ് സൈഡ് നോക്കാം. ടെൻഡൻ റൈറ്റ് സൈഡ് നോക്കാം. See, I told you. പരാറ്റമേടും. ഓ ഗൈസ്, ഭയങ്കര രസമാട്ടോ അത് കാണാനായിട്ട്. കാരണം വെയിലാണെങ്കിലും എനിക്ക് ലേശം സുഖം ഉണ്ടാ. കാരണം തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ടയർഡായിട്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ തണുത്ത ഇപ്പോൾ ഒരു വെയിലടിക്കുന്നത്, ചൂട് വെയിൽ, പക്ഷെ തണുത്ത കാറ്റ് സൈഡിൽ കൂടെ അവിടെ നിന്ന് നല്ല രസമുണ്ട്. ഇതിനൊക്കെ അപ്പുറം ഇത് നല്ല ക്ലൈമറ്റിൽ നല്ല പീക്ക് എന്താ പറയുക, നല്ല രസമായിരിക്കും. അത് ലുക്കായിരിക്കും. അതൊന്നും കാണിച്ചു തരാം. ഇതുണ്ടോ ഇങ്ങനെ വഴി ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് കയറി പോകുന്നുണ്ടോ, രസം. എന്തായാലും അറ്റം വരെ പോകാം. അതിനോട് പോകാൻ പറ്റിയില്ല. നമുക്ക് എന്തായാലും അറ്റത്ത് പോയി നോക്കാം. ഗൈസ്, ഫൈനലി പരാറ്റമേട് വ്യൂ പോയിന്റിലെ ടോപ്പ് പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങോട്ട് ശകലം നടക്കണ്ട, താഴോട്ട് പോകുന്നത്. ഞാൻ നിൽക്കുന്നതാണ് ഏറ്റവും ഉയരമുള്ള കല്ല്. നമുക്ക് കാണാൻ പറ്റും. ആൻഡ് സൂക്ഷിക്കണം. ഹിയർ വി ഗോ. ലുക്ക് അറ്റ് ദ സീനറി. ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടു ഗൈസ്, ഇതാണ് ടോപ്പ് വ്യൂ. പരാറ്റമേട് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല തണുത്താറ്റടിക്കുന്നതാ. അത് ഭയങ്കര ആശ്വാസം തരുന്നുണ്ട്. ഇപ്പം ഈ 12:30 എൻ്റെ മേളിൽ കയറിയിട്ടും മറ്റേ കട്ടി വെയിലല്ലാന്ന് തോന്നുന്നു. ഇത് കട്ടി വെയിലല്ല. എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ച് മൂടി കിടക്കുന്നുണ്ടാണോ, വെയിലുണ്ടോ എന്ന് ചോദിച്ചാൽ കൊണ്ട് കട്ടി വെയിലല്ല. എന്നാലും തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ടോ. അയ്യോ, എന്തൊരു ഫാൻറ്റിലേക്ക് ഇരിക്കുന്ന പോലെ ഒരു ആശ്വാസം. അപ്പം അങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി എൻ്റെ മേളിൽ നിന്ന് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ചാടാൻ പറ്റില്ല, ചളിയാ അറിയാം. ഇത് പൈൻ ഫോറസ്റ്റ് ആണത്. അപ്പം അതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോകുന്നത്. അതിനി വന്നതെല്ലാം തിരിച്ചിറങ്ങി തിരിഞ്ഞ് അവിടെ എത്തണം. അപ്പം ആക്ച്വലി എന്തായാലും ഇവിടം വരെ വന്നാലേ നമുക്ക് കുറച്ചേരി ഇരുന്നിട്ട് ഞാൻ എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ പൈൻ ഫോറസ്റ്റിനകത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ നിറച്ച ആൾക്കാരാണ്. അതിന് ശബ്ദം ഞാൻ കുറച്ച് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം, കേട്ടോ, അടിപൊളിയല്ലേ. ഒന്നാമത് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഇടയിൽ കൂടെ കാണിച്ചു തരാം. നമുക്കിവിടെ കോട ഇറങ്ങി ഞാൻ കറക്റ്റ് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ഇങ്ങനെ കോട ഇങ്ങനെ വന്ന് ഞാൻ വരുന്ന റൂട്ട് കണ്ടിരുന്നു. ഇങ്ങനെ മലവഴി പാസ് ചെയ്ത് വരുന്ന കോട കണ്ടിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് കയറി. ഞാൻ പാർക്ക് ചെയ്ത് ഞാൻ വഴി നോക്കിയപ്പോൾ കോട ഇങ്ങനെ അടിച്ചു പോകാം. ഇപ്പം ഇതിനകത്തൊക്കെ ഉണ്ട് ഒരു പ്രത്യേക തണുപ്പായിട്ടുണ്ട് ഇപ്പം ഇതിനകത്ത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റ് കയറി. ഇത്രേ ഉള്ളൂ. നമ്മൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതലൊരു ഇപ്പോൾ ഞാൻ സോളോ ട്രിപ്പ് വന്നു. അപ്പോൾ എനിക്ക് ഒരു 5 to 10 minutes ഉള്ള സാധനമുള്ളൂ. ഇപ്പം ഫ്രണ്ട്സ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുമ്പം ഫ്രണ്ട്സ്, ഫാമിലി ഇങ്ങനെയുള്ളവർ വരുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാടുണ്ട്. സംസാരിച്ചിരിക്കാം, അങ്ങോട്ട് കൊടുത്താളാം, മനസ്സിലായില്ലേ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ്. ഞാൻ ഇനിയിപ്പം കുറച്ച് കഴിയുമ്പം ഞാൻ പറഞ്ഞ പോലെ സുനി അധികം വൈകുന്നില്ല, മറ്റേ നമ്മുടെ സൂയിസൈഡ് പോയിന്റിലോട്ട് പോകണം. ചാകാൻ പോയില്ല ആൾക്കാർ വിചാരിക്കും. അപ്പം എനിത്തിങ് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ പരിപാടി. ഇപ്പോൾ ടിക്കറ്റ് ചാർജ് ഒരു 35 പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മുടെ അയൽ സംസ്ഥാനം ആയ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. അവരുടെ സ്കൂൾ വെക്കേഷൻസ് എനിക്കറിയത്തില്ല. സ്കൂളിൽ ഒരുപാട് പിള്ളേരുണ്ട്. കൂടുതൽ എവിടെ നിന്നാണ് വരുന്നത്. പിന്നെ വണ്ടി കൊണ്ട് വരുന്നവർ അങ്ങനെയൊക്കെ. അപ്പം ദിസ് ഈസ് പൈൻ ഫോറസ്റ്റ്. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് അടുത്ത സൂയിസൈഡ്
പോയിന്റിൽ പോയിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. ഇത് ഓപ്പൺ ആണോന്ന് അറിയത്തില്ല, ഇതെല്ലാം അന്വേഷിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ വീഡിയോ എൻഡ് ചെയ്യുവാണ്. കാരണം സൂസൈഡ് പോയിന്റിലോട്ടല്ലേ, എക്കോ പോയിന്റ് എന്ന് പറയുന്നത്, എക്കോ പോയിന്റിലോട്ട് പോക്ക് നടക്കത്തില്ല. കാരണം ഓൾറെഡി ഇതുണ്ട്, നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല. കണ്ടോ അവിടെ കണ്ടോ, അതായത് എക്സാമ്പിൾ അടിച്ചാലോ, ഇവിടുത്തെ വെളുപ്പുണ്ടോ ആറ്റത്തെ, എന്നിട്ട് ഇങ്ങോട്ട് നോക്ക്, ആ വരുന്നത് കോടയും മഴക്കാറുമാണ്, ഇടിയും മിന്നലും ആ സൈഡിൽ അടിക്കുന്നുമുണ്ട്. എന്തായാലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ കയറേണ്ടി വരും. കയറാൻ പറ്റത്തില്ല, അവർ കയറ്റിവിടത്തില്ലായിരിക്കും, ഇടിയും മിന്നലുള്ളപ്പോൾ പോകരുതെന്ന് പറയും. നമ്മൾ റിസ്ക് എടുക്കുന്നതിനാണ്. അപ്പോൾ എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞത് വരുമായിരുന്നെങ്കിൽ അതും കൂടെ തീർക്കായിരുന്നു. ഇപ്പം അങ്ങോട്ട് പോക്ക് നടക്കില്ല. ഓക്കെ, നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ടൈം വയനാട് വാഗമൺ വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് കേൾക്കാൻ തോന്നുന്നു ഇടിയും മിന്നലും. കണ്ടോ, എനിക്കിനി ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ഒന്ന് ഓടിക്കാറുണ്ട്. എന്തായാലും 20 തേക്കാൻ പറ്റുമോ എനിക്ക് സംശയമാണ്. ഇപ്പം തന്നെ വണ്ടി എടുത്ത് ഇപ്പം ചിലപ്പോൾ മഴ പെയ്യും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയുമെന്ന് അറിയിച്ചാൽ, കേട്ടോ, ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. അവിടെ ഇങ്ങനെ നീങ്ങുന്നുണ്ട് കോട, അവിടുന്ന് ഇങ്ങനെ വരുക. എനിക്ക് നല്ല തണുത്ത കാറ്റടിക്കുന്നത്, നല്ല ഐസ് പോലെ തണുത്ത കാറ്റ്. ഞാനിപ്പോൾ പറഞ്ഞു തരുന്നുള്ളൂ. കാരണം മുടി ഇറക്കുന്നുണ്ടോ, നല്ല തണുത്ത കാറ്റടിക്കുന്നത്, അതാ കോടയുടെയാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോക്ക് കിടക്കത്തില്ല, എന്തായാലും വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം എൻ്റെ സോളോ ട്രിപ്പായുള്ള വാഗമണിൻ്റെ അഭിപ്രായം വേറൊന്നും പറയല്ല, അടിപൊളി. പിന്നെ ഒരിക്കൽ വന്ന് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ കോട കൂടി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നമ്മൾ വാഗമൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റും, മറ്റേ വരാട്ടുമേട് പോയിരിക്കാം ഫ്രണ്ട്സിൻ്റെ കൂടെ. പൈൻ ഫോറസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വന്നാൽ മതി. ഒറ്റയ്ക്കാണെങ്കിൽ ഒന്നും കാണാൻ കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ ഇറങ്ങുമായിരുന്നു, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ സൂയിസൈഡ് പോയിന്റ് ഈ സമയത്ത് സത്യം പറഞ്ഞാൽ പോകണ്ടേ, പക്ഷെ റിസ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്കുള്ളൂ, ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ഇതേ കോട ഉയ്യോ, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് കണ്ടിട്ടുണ്ടാവുമല്ലോ, വൻ കോടയാണ്, ഒരു രക്ഷയില്ല, വീട്ടിൽ പോകണം. അപ്പം പിന്നെ ഒരു ദിവസം നമുക്കിനി വാഗമൺ ഇറങ്ങുമ്പോൾ ഞാൻ എന്തായാലും സൂയിസൈഡ് പോയിന്റിൽ പോകുന്നുണ്ടോ, അതൊന്ന് കാണണം. എന്തായാലും അത് മിസ്സായി. നെക്സ്റ്റ് ടൈം എന്തായാലും ഒരു വരവും കൂടെ വരും. ഓക്കെ, നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് സോളോ ആയിട്ടൊന്ന് ഇറങ്ങാനൊരു അവസരം കിട്ടിയ, എറണാകുളത്തൊക്കെ ആയിരുന്നു. അപ്പം കാണാം. ഓക്കെ, ബൈ.